Welcome back to today's episode of Milestone Mummies. Dear students, today's class is about control structures. There are three types of control structures. They are sequential, selection, and iterative. Sequential control structures that we discussed already. കഴിഞ്ഞ എപ്പിസോഡിൽ സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടത്. പിന്നെ സെലക്ഷൻ ആൻഡ് ഐട്രേറ്റീവ് കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സെലക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ളതാണ് ഈഫ് എൽസ്, ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് എക്സിക്യൂട്ട്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഓൺലി ഇഫ് എ ഗിവൺ കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ. ലുക്ക് ദി എക്സാമ്പിൾ ഡയറക്ട്ലി. ഇതൊരു പൈത്തണിൻ്റെ കോഡാണ്. ഏജ് ഈസ് എ വേരിയബിൾ ഹോൾഡിംഗ് എ വാല്യൂ 20. നമ്മൾ ചെക്ക് ചെയ്യാണ് ഈ ഏജ് ദാറ്റ് ഈസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. കണ്ടോ, ഈ കഴിഞ്ഞിട്ട് ഒരു കോളൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് പൈത്തണിൻ്റെ സിൻടാക്സ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യാണ് ഏജിൻ്റെ വാല്യൂ, അതായത് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യും? യു ആർ എലിജിബിൾ ടു വോട്ട്. സോ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ സെറ്റ് ഓഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വാട്ട് അബൌട്ട് എൽസ്? If else, temperature equal to 25. Temperature is initially a variable holding a value 25. We are checking if temperature greater than 30. ഇനിഷ്യലി നമുക്ക് 25 ആണെന്നറിയാം. ഗ്രേറ്റർ ദാൻ ആണോ 13? അല്ല, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയാം. അപ്പോൾ റോങ് ആണെങ്കിൽ ഫോൾസ് പാർട്ട്, അതായത് റോങ് പാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൽസ് പാർട്ട്. കണ്ടോ, എൽസ് കഴിഞ്ഞിട്ട് ഒരു കോളൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എൻഡ് ചെയ്യുന്നത് കോളൻ ആണ്. അത് പൈത്തണിൻ്റെ സിൻടാക്സ് ആണ്. അങ്ങനെ നോക്കുക, എൽസ് പ്രിൻറ്റ് ഇസ് എ പ്ലസൻറ്റ് ഡേ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 25 ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണ്. ഇതിൽ ഏത് കേസ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? ഇസ് എ ഹോട്ട് ഡേ ആണോ ഇസ് എ പ്ലസൻറ്റ് ഡേ ആയിരിക്കും? ഏതായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്ലസൻറ്റ് ഡേ. സോ ഇതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്ത് ആ പർട്ടിക്കുലർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. Iterative statements. This is the third category of control structures. It is also known as loops. Then what is the definition of iterative statements? It enables the repeated execution of a block of code until a specified condition is met. Then which are the examples of iterative statements? For loop, while loop. ഇപ്പം നമുക്ക് നോക്കാം, while loopൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. VAR ഈക്വൽ ടു 0. VAR എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ആണ്. അത് നമ്മൾ 0 എന്നുള്ള വാല്യൂ ഇനിഷ്യലി അസൈൻ ചെയ്തേക്കുന്നു. while VAR ലെസ് ദാൻ 10 അതാണ് കണ്ടീഷൻ. വൈൽ ലൂപ്പിൽ 0 ലെസ് ദാൻ 10 ആണെങ്കിൽ ഇനിഷ്യലി ആ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്രിൻറ്റ് ഓഫ് VARഉം ദെൻ VAR ഈക്വൽ ടു VAR പ്ലസ് 1ഉം. ഇപ്പോൾ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സിന് 3 പാർട്ടുണ്ട്. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷനും. ഇതിനകത്ത് VAR ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇനിഷ്യലൈസേഷൻ പാർട്ട്. ദെൻ VAR ലെസ് ദാൻ 10 എന്നുള്ളതാണ് ടെക്സ്റ്റ് എക്സ്പ്രഷന്. ദെൻ VAR ഈക്വൽ ടു VAR പ്ലസ് 1 എന്നുള്ളതാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇത് 3 വൈൽ ലൂപ്പിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഇനിഷ്യലി VARൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ വൈൽ ലൂപ്പിലേക്ക് കയറുമ്പോൾ 0 ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണോ അതോ ഫോൾസ് ആണോ? 0 ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണല്ലേ. അപ്പോൾ ഈ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പ്രിൻറ്റ് ഓഫ് VR എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും അന്നേരം പ്രിൻറ്റ് ചെയ്യുന്നത്? 0 പ്രിൻറ്റ് ചെയ്യും അല്ലേ. ദെൻ VAR ഈക്വൽ ടു VAR പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അതിൻ്റെ മീനിങ് എന്താ? വേരിയബിൾ 0 പ്ലസ് 1 1 ആവും. ഇനി ചെക്ക് ചെയ്യുന്നത് 1 ലെസ് ദാൻ 10 എന്നാണ്. 1 ലെസ് ദാൻ 10 കണ്ടീഷൻ ട്രൂ ആണോ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? ആ വൈൽ ലൂപ്പിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ഓഫ് VAR ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ 1 പ്രിൻറ്റ് ചെയ്യും. എഗെയിൻ VAR ഈക്വൽ ടു VAR പ്ലസ് 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ആവും. പിന്നെ ചെക്ക് ചെയ്യുന്നത് 2 ലെസ് ദാൻ 10 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെ ചെക്ക് ചെയ്ത് എവിടം വരെ പോവും? ലാസ്റ്റ് 9 ലെസ് ദാൻ 10 കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ ആണ്. അതും 9ഉം പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ 1 2 3 എക്സെട്ര അപ് ടു 9 വരെ പ്രിൻറ്റ് ചെയ്ത് പിന്നെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? വൈൽ ലൂപ്പിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ 9 എന്നുള്ളത് VAR പ്ലസ് 1 ചെയ്യുമ്പോൾ 10 ആവും. 10 ലെസ് ദാൻ 10 കണ്ടീഷൻ ട്രൂ ആവുമോ? ഇല്ല. ഇവിടെ വരുമ്പം മാത്രം ഫോൾസ് ആവും. ഇപ്പോൾ ലൂപ്പിൽ നിന്ന് നമ്മൾ
ടെർമിനേറ്റ് ആവും. അപ്പം ഇതുവരെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഏത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്? റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടിങ് എ ബ്ലോക്ക് ഓഫ് കോഡ്. ആ വയലിൻ്റെ ഈ കോഡ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് റെപ്പറ്റീവ്ലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് അതിനെയാണ്. സോ ഫോർ ലൂപ്പും ഇത് വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്. ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ പ്രിൻറ്റ് ചെയ്യുള്ളൂ. ലാസ്റ്റ് 10 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ലൂപ്പിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. സോ അപ് ടു 9 വരെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അടുത്ത വീഡിയോസിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈൽസ്റ്റോൺ മമ്മീസ്. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിലോടും നീ.